ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ, നമുക്ക് കുറച്ചധികം നേരം ഇന്ന് ഹിന്ദി പഠിക്കാനുണ്ട്. കാരണം നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. നമുക്ക് സൂപ്പറാക്കി സെറ്റാക്കിയിട്ട് എഴുതാനുള്ളതാണ് അല്ലേ. അപ്പൊ ഇന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പോസ്റ്റർ. നമുക്ക് പോസ്റ്റർ ചോദിക്കും, പിന്നെ വാർത്താലാപ് എന്ന് വെച്ചാൽ എന്താണ്, കോൺവെർസേഷൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, ഡയറി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിൽ പോസ്റ്റർ ഏതൊക്കെ ചാപ്റ്ററിന് വരും, എങ്ങനത്തെ പോസ്റ്ററാണ് വരാൻ സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ ഇത് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം വെറുതെ മാർക്ക് കിട്ടും. ഒരു കുഞ്ഞു സാധനം പഠിച്ചു വെച്ചാൽ വെറുതെ മാർക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. കുറച്ച് ലോജിക്കും കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റർ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പൊ ഇനി ഈ ഒരു കാരണം കൊണ്ട് എൻ്റെ മക്കൾക്ക് ഇത് ഈ പോസ്റ്റർ വന്നിട്ട് മാർക്ക് കുറഞ്ഞു പോകരുത്, നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ നമുക്ക് പോസ്റ്റർ തന്നിട്ടുള്ളത് ഏത് പാടത്തു നിന്നാണ്? നമ്മുടെ ചലി എന്ന് പറയുന്ന പാടല്ലേ. നമ്മുടെ ചലി എന്ന് പറയുന്ന പാഠം എന്താണ്, ഡ്രൈവിങ്ങും നമ്മുടെ ആ ഒരു വാഹനം, പിന്നെ എന്താണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന്, പിന്നെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാഠമായിരുന്നു അല്ലെ. അപ്പൊ ആ പാഠഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്ററാണ് ഇത്. നമുക്ക് മക്കളെ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഒന്ന് മക്കൾ വെറുതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 11 जनवरी को സഡക് സുരക്ഷാ ദിവസ് മനായ ജാതാ ഹെ. 11 जनवरी 11 ജനുവരിയിൽ നമ്മൾ സഡക് സുരക്ഷാ ദിവസ്, ഏത് ദിവസമാണ് നോക്കുക, സഡക് സുരക്ഷാ ദിവസ്. സഡക് സുരക്ഷാ ദിവസ് വെച്ച് എന്താണ്, റോഡിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ അല്ലെ. റോഡിനെ സംരക്ഷിക്കുന്നതല്ല, നമ്മൾ റോഡിൽ പാലിക്കേണ്ട കുറച്ച് സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ആ ഒരു ദിവസമാണ് എന്തെന്ന് പറയുന്നത്, ജനുവരി 11 എന്ന് പറയുന്നത് ദിവസം. ഏതാ മക്കൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. ഇത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്തുണ്ടാവും, പകുതി ആൻസർ ഉണ്ടാവും കേട്ടോ. ജനുവരി 11 സഡക് സുരക്ഷാ ദിവസ് മനായ ജാതാ എന്നാണ്, ആഘോഷിക്കുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ്, ആഘോഷിക്കുന്നു, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ് നമുക്ക് തന്നേക്കുന്നത്, സഡക് സുരക്ഷാ ദിവസാണ്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടല്ലോ മക്കള്, ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. സഡക് സുരക്ഷാ ദിവസ് എന്തിനെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ളത്, സഡക് സുരക്ഷാ ദിവസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് വലുതാക്കി അങ്ങ് എഴുതി വെക്കുന്നു. പിന്നെ മക്കൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഏത് ദിവസമാണ് കറക്റ്റ് തന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുന്നു, ദിവസം എഴുതുന്നു. 11 ജനുവരി എന്ന് എഴുതി വെക്കുന്നു. ഇത്ര എഴുതിയാൽ തന്നെ എന്താണ്, നമുക്ക് കുറച്ചെങ്കിലും മാർക്ക് സെറ്റാണ്. പക്ഷെ ഇത് മാത്രം എഴുതിയാൽ മതിയോ, പോരാ. മക്കൾ എക്സ്ട്രാ എന്ത് ചേർത്ത് കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. സഡക് സുരക്ഷയെ കുറിച്ചിട്ട്, റോഡ് നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹെൽമെറ്റ് ധരിക്കണം, കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും അല്ലെ. അതേപോലെ എന്തെങ്കിലും നമ്മൾ എഴുതി വെക്കണം. മിസ് തന്നിട്ടുള്ള ഈ സാധനം പഠിച്ചാലും മതി. ഇത് പഠിച്ചാൽ തന്നെ എന്താണ്, മക്കൾക്ക് സെറ്റാണ് കേട്ടോ. അപ്പൊ നോക്കാം, സഡക് നിയമവും കാ പാലൻ കരോ. എന്താ മിസ് എഴുതിയിട്ടുള്ളത്, സഡക് നിയമം എന്ന് വെച്ചാൽ എന്താണ്, റോഡ് നിയമങ്ങൾ കേട്ടോ. റോഡ് നിയമങ്ങൾ എന്താണ്, നിയമങ്ങൾ എന്ത് ചെയ്യാനാണ്, പാലിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാലിക്കൂ. മക്കൾ ഇതിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. ജീവൻ സുരക്ഷിത് രക്കൂ. ജീവൻ എന്ത് ചെയ്യാനാണ്, ലൈഫ് എന്താണ്, സുരക്ഷിത് രക്കൂ, സുരക്ഷിതമായിട്ട് വെക്കൂ. വളരെ സിമ്പിൾ ആണ് അല്ലെ. നോക്കിക്കേ, സഡക് നിയമങ്ങൾ എന്ത് ചെയ്യണം, റോഡ് നിയമങ്ങൾ എന്ത് ചെയ്യണം, പാലൻ കരു, പാലിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കി വെക്കൂ. സിമ്പിൾ അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഒരു 2 പോയിന്റ്സ് എന്ത് ചെയ്യാം, മക്കൾക്ക് എഴുതി വെക്കാം. ഈ ഒരു ഒറ്റൊരു സാധനം എഴുതി വെക്കാൻ പറ്റും. ആദ്യം ഇത് എഴുതാ, പിന്നെ ഡേറ്റ് എഴുതാ, പിന്നെ മക്കൾക്ക് ഇതിനെ കുറിച്ച്, റോഡ് സംരക്ഷണത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ഏതെങ്കിലും ഒരു വാക്യം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. പ്ലസ് എന്തും വേണം, കുറച്ച് പിക്ചർ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പിക്ചർ വരയ്ക്കുക. എന്താണ് വേണമെങ്കിൽ നമ്മൾ ഈ ട്രാഫിക് സിഗ്നലൊക്കെ ഇല്ലേ, ഇത് പച്ച മഞ്ഞ ചോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ട്രാഫിക് സിഗ്നലൊക്കെ മക്കൾക്ക് എന്തായാലും ഒരു കളർ പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ് ഹിന്ദിയുടെ പരീക്ഷയ്ക്ക്. കാരണം പോസ്റ്റർ ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കുറച്ച് ട്രാഫിക് സിഗ്നലിന്റെ അതൊക്കെ എന്ത് ചെയ്യുക, വരയ്ക്കുക, സൂപ്പർ ആക്കുക. വേണമെങ്കിൽ കലാകാരന്മാരാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന കുട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച്, ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലിരിക്കുന്നതോ അങ്ങനെയൊക്കെ. അപ്പൊ സമയം പോക്കരുതേ, അത് വരച്ചിട്ട് സമയം പോക്കരുത്. കുറച്ച് ചെറുതായിട്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒരു ബോക്സ് വരയ്ക്കണം. ഒരു ബോക്സ് നിർബന്ധമാണ്. ബോക്സിന്റെ അടിയിൽ വാലൊന്നും ഇട്ട് കൊടുക്കണ്ട, വെറുതെ ഒരു ബോക്സ് വരച്ചാൽ മതി. ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു ബോക്സ് വരയ്ക്കണം. ലാസ്റ്റിലോട്ട് കണ്ടോ,
ട്രാഫിക് ക്ലബ്ബ്, ഒരു ക്ലബിന്റെ പേര് എഴുതി വെക്കുക. ഇത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു, ട്രാഫിക് ക്ലബ്ബ് എന്ന് എഴുതുന്നു. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്നെങ്കിലും എഴുതിയാൽ മതി. ക്ലബ്ബ് കേട്ടോ, ഇതെന്താണ് ക്ലബ്ബ്, ഒരു ക്ലബ്ബ് ഒട്ടിച്ച ഒരു പേപ്പറാണ് ഇവിടെ ഉള്ളത്, പോസ്റ്ററാണ് ഇതുള്ളത് എന്നുള്ളത് മാത്രം എഴുതി വെച്ചാലും മതി. ഓക്കെ അല്ലേ? ചിലപ്പോൾ ക്ലബിന്റെ പേര് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലബിന്റെ പേര് എഴുതി വെക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒട്ടിച്ച ആൾക്കാർ നമ്മൾ എഴുതുന്നു. ഇത്രയേ ഉള്ളൂ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ കേട്ടോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. എന്റെ മക്കളെ എന്തായാലും പഠിച്ചു വെച്ചോണം. ഇനിയിപ്പോ വേറൊരു പോസ്റ്റർ മിസ്സേ വരികയാണെങ്കിൽ അത് ഏതായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരാത്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. വരാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റർ ആണ്. ഇനി ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്. എന്താണ്? നമ്മുടെ ഇച്ചോർ ഭിനിയ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏകദാമേ ബൽഹെ എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റിയിലാണ് നമ്മുടെ ബലമുള്ളത്, നമ്മുടെ ഐക്യത്തിലാണ് നമ്മുടെ ബലമുള്ളത്. നമുക്കറിയില്ലേ, നമ്മുടെ ഈ ഒരു ഉറുമ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇച്ചോയിലും ഭിനിയയിലും നമ്മൾ കണ്ട എന്താണ്? ഉറുമ്പുകൾ എപ്പോഴും മിൽക്കർ ഖാത്തി ഹേ, ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്. മിൽക്കർ രഹത്തി ഹേ, ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. മിൽക്കർ ഘർ ബനാത്തി ഹേ, ഒരുമിച്ചാണ് വീട് നിർമ്മിക്കുന്നത്. അപ്പൊ ആ കാര്യം പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും എന്നുള്ള കാര്യമാണ് നമ്മുടെ മെയിൻ ആയിട്ട് എന്തെങ്കിലും നമുക്ക് പറഞ്ഞത് ഈ പാഠത്തിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ഏകദാമേ ബൽഹെ എന്നുള്ള വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കളോട് ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മുടെ വിഷയം എന്താണോ തന്നിട്ടുള്ളത് അത് ചക്ക വലുപ്പത്തിൽ എഴുതി വെച്ചാൽ തന്നെ എന്തായി, നമ്മുടെ പകുതി മാർക്ക് അവിടെയായി. എന്നിട്ടോ മക്കള് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പുതിയൊരു സെന്റൻസും കൂടി ഉണ്ടാക്കി കൊടുക്കണം. ആ പുതിയ സെന്റൻസ് ആണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. സബ് മിൽക്കർ കാം കരെ, എല്ലാവരും മിൽക്കർ എന്ന് വെച്ചാൽ എന്താണ്? ഒത്തുചേർന്ന് എന്നുള്ള അർത്ഥം അല്ലെ. ഒത്തുചേർന്ന്. കാം കരെ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് അല്ലെ. വർക്ക് ചെയ്യൂ, എല്ലാവരും ഒരുമിച്ച് പണി ചെയ്യൂ, വർക്ക് ചെയ്യൂ. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ ഇതാക്കാൻ പറ്റും അല്ലെ. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം മക്കൾക്ക്, ഇതേ ഇവിടെ ഏതെങ്കിലും ഒരു ക്ലബിന്റെ പേര് എഴുതിക്കാം. ഹിന്ദി ക്ലബ് ആയിക്കോട്ടെ, ഹിന്ദി ക്ലബ് എന്ന് മിസ് ഇവിടെ എഴുതി വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലബ്ബ് എഴുതി വെക്കട്ടോ. RC ക്ലബ് എന്നോ വേറെ എന്തെങ്കിലും ARC ക്ലബ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലബിന്റെ പേര് കേട്ടോ. ഐക്യത ക്ലബ് എന്നോ ഏകത ക്ലബ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. കുഴപ്പമൊന്നുമില്ലേ. ക്ലബിന്റെ പേര് എന്തായാലും ഇവിടെ ഈ ഒരു സൈഡിലായിട്ട്, ഇതേ കുഞ്ഞു സൈഡിലായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ബോക്സ് ഒക്കെ വരയ്ക്കുക. ഇനി നിങ്ങൾക്ക് പിക്ചറൊക്കെ വരയ്ക്കണം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, മിസ് വലിയ കലാകാരി ആയതുകൊണ്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അതെ, എല്ലാവരും കുറേ ആൾക്കാര് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ നല്ല വൃത്തിയിൽ വരയ്ക്കുന്ന മിസ്സിനെ അറിയാം. മിസ്സിന് എന്താണ് കുറച്ച് കഴിവ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കും. മക്കൾ എന്ത് ചെയ്യുക, അത് ഇങ്ങനത്തെ ഒരു കൈയൊക്കെ പിടിച്ചിട്ടോ അതിന് ഐക്യമൊക്കെ കാണിക്കുന്ന കുറച്ച് എന്തെങ്കിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചറൊക്കെ വരച്ച് വെക്കുന്നത് നല്ലതാണ്. ഇപ്പം അഥവാ പിക്ചർ വരയ്ക്കാൻ കിട്ടിയില്ലെങ്കിലും സാരമൊന്നുമില്ല. നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. അപ്പൊ തന്നെ നമ്മുടെ പോസ്റ്റർ എന്താണ്? സെറ്റാണ്. ഈ 2 പോസ്റ്ററാണ് ക്രിസ്മസ് എക്സാമിന് 6ാം ക്ലാസ്സിൽ നമുക്ക് സൂപ്പറായിട്ട് പഠിച്ചു വെക്കേണ്ട പോസ്റ്റർ. മക്കൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ പോസ്റ്റർ മറക്കാതെ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് നാളെ. ഒരു കാരണവശാലും നമ്മൾ മാർക്ക് കുറയ്ക്കാൻ പാടില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചോളാം എല്ലാ കാര്യങ്ങളും. പിന്നെ ഇന്ന് രാത്രി നമ്മുടെ മെഗാ മാരത്തോണിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ മെഗാ മാരത്തോണിനും വരാം. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.